ചേച്ചി ഇന്ന് ശമ്പളം കിട്ടുമോ? വരുവോടാ. നിന്റെ മുഖത്ത് എന്തോ ഒരു വിഷമം. അല്ല, ഒരു ഫ്ലാറ്റ് റെന്റിനെടുക്കാൻ ഒരു ആലോചന ഉണ്ടായിരുന്നതാ. ഫ്ലാറ്റോ? നീ അത്രയ്ക്കൊക്കെ സെറ്റപ്പായോ? ഒന്ന് പോയേച്ചി, ഉള്ള വീടും പോകാൻ നിൽക്കുമ്പോൾ. ചേച്ചി ഒരു 10,000 റുപ്യ കടന്നു തരാൻ പറ്റും? എന്ത് കിട്ടിയടാ? സാലറി കയറിയില്ല? സാലറി കിട്ടി, പക്ഷേ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടൊരു ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ചടക്കാൻ സേവിങ്സ് ഒന്നും ഇല്ല. അതാ. അച്ഛന് ഇൻഷുറൻസ് ഒന്നും ഇല്ലായിരുന്നു? ഉണ്ടായിരുന്നില്ല. ഞാൻ ഇട്ടേക്കാം. താങ്ക്സ് ചേച്ചി. പാവം, അച്ഛൻ മരിച്ചതിന് ശേഷം അവനാകെ വല്ലാണ്ടായിപ്പോയി. എന്ത് ആലോചിക്കുന്ന മുഖമൊക്കെ വല്ലാണ്ട്? ഞാനേ എൻ്റെ ഓഫീസിലെ നന്ദുവിനെ കുറിച്ച് ആലോചിക്കായിരുന്നു. അവൻ ഇത്ര ചെറിയ പ്രായത്തിൽ എന്തോരം ഫിനാൻഷ്യൽ ഇഷ്യൂസാ. നമുക്ക് പറ്റാവുന്ന എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കാം. എത്ര പേരിങ്ങനെ സഫർ ചെയ്യേണ്ടതെന്ന് അറിയോ? ഇപ്പോൾ ഒരാൾ മരിച്ചെന്നിരിക്കട്ടെ, യാതൊരുവിധ സപ്പോർട്ടും ഇല്ലാതെ ഫാമിലി ഇങ്ങനെ സഫർ ചെയ്യുന്ന കാണുമ്പോൾ ഭയങ്കര വിഷമം തോന്നുന്നു. വിഷമിക്കാണ്ടിരിക്കുക, നമുക്കൊരു വഴി ഉണ്ടാക്കാം. എന്ത് വഴി? ഫാമിലിയുടെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്കൊരു ടേം ഇൻഷുറൻസ് എടുക്കാം. നാളെ എന്താ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് അറിഞ്ഞൂടല്ലോ. ടേം ഇൻഷുറൻസ് ഉണ്ടെങ്കിലേ ഫാമിലി ഫിനാൻഷ്യലി സെക്യൂർഡ് ആയിരിക്കും. അതിനൊക്കെ ഇപ്പോൾ ഒത്തിരി പൈസ ആവില്ലേ? ഇല്ലടി, ഫാമിലിക്ക് കോടികളുടെ കവറേജ് കിട്ടുന്ന ടേം ഇൻഷുറൻസ് പ്ലാൻ മാസം വെറും 600-700 രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എടുക്കുന്നത് നല്ലതാ. നമ്മൾ നാളെ ഇല്ലെങ്കിലും ഫാമിലിയെങ്കിലും സഫർ ചെയ്യേണ്ടിയിരിക്കുമല്ലോ. ലിങ്ക് ഞാൻ ബയോയിൽ കൊടുത്തിട്ടുണ്ട്. ബയോയിൽ ക്ലിക്ക് ചെയ്താൽ 15% ഡിസ്കൗണ്ട് നേടി ലൈഫ് സെക്യൂർഡ് ആക്കാം.